ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്കായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എൻ്റെ 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ മണ്ടയ്ക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സെക്കൻഡ് പാർട്ടായ പൂവിടലിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് പൂവിടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. ഗായ്സ്, ഇതാണ് എൻ്റെ 1000 സ്ക്വയർ ഫീറ്റുള്ള വീട്. ഗായ്സ്, ഇതിൻ്റെ അത് താഴെ മൊത്തം കൃഷിയാണ്. ഗായ്സ് നോക്കൂ ഗായ്സ്, ഇതാണ് പച്ചമുളക്, ക്യാപ്സിക്കം എല്ലാം ഉണ്ട്. ഗായ്സ് ഞാൻ കാണിച്ചു തരാം. ഗായ്സ് അമ്പഴങ്ങ ഇവിടെ കായ്ക്കാറായി. ഗായ്സ് ഇതാണ് അമ്പഴങ്ങ, വെട്ടമില്ല ഗായ്സ്, ഇല്ലേ ഞാൻ കാണിച്ചു തരാമായിരുന്നു. പിന്നെ ഗായ്സ് വേറൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ഗായ്സ്, അപ്പോൾ ഗായ്സ് ഇതാണ് ഒരു സൈസ് മാങ്ങയാണ്. ഞാൻ ഇപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചിട്ട് പറയാം. ഗായ്സ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഗായ്സ് ഞാൻ നേരത്തെ പേര് കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ് ഇതിൻ്റെ പേരാണ് കാലാപ്പാടി. ഇത് ഞാൻ ബക്കറ്റിലാണ് വെച്ചേക്കുന്നത്, എന്ന് വെച്ചാൽ ഡ്രമ്മ് പകുതിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചേക്കുവാണ്. ഗായ്സ് ഇത് ഞാൻ ആദ്യത്തെ വർഷമാണ് ഇത് വിളവെടുക്കുന്നത്. ഈ വെച്ചിട്ടൊരു 3-4 മാസം ആയതേ ഉള്ളൂ. ഇത് ഇത്ര ഹൈറ്റ് കായ്ക്കണമെങ്കിൽ ഇത് ബഡാണ്. ഗായ്സ് ഇത് കണ്ടു, ഇതിനൊക്കെ കണ്ടോ, കാലാപ്പാടിയുടെ മാങ്ങയൊക്കെ നല്ലതാണ്. ഗായ്സ് അടുത്തത് ഞാൻ മിയാസക്കി മാങ്ങ കാണിച്ചു തരാം. ഈ സാധനം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടാൽ നമുക്ക് ഈ മാങ്ങ കായ്ക്കുമ്പോൾ മറ്റേ ഈ ചെറിയ ഈച്ചകൾ വരാതെ പോകാതിരിക്കാനുള്ള സംഭവമാണ്. ഗായ്സ് ഇവിടെ കുറേ വന്നിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് ഇടുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ മാങ്ങ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അതിനായത് വളങ്ങളൊക്കെ ഇതിന് ഒഴിക്കണം. ഇതാണ് മാൻഡറിൻ ഓറഞ്ച്. പിന്നെ ഇത് നമ്മുടെ ഇതിന് പേരുണ്ടായിരുന്നു ഗൈസ്, കോട്ടർക്കോണാണ് ഈ മാവിൻ്റെ പേര്. ഇനി നമുക്ക് മെയിൻ പാട്ടിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ മാൻഡറിൻ ഓറഞ്ച്. ഇത് മധുരമാണ്, ഒരു പുളി പോലും ഇല്ലാത്ത നല്ല ഓറഞ്ചാണ്. ഇത് ഞാൻ മിറാക്കിൾ ഫാം ഹൗസിൽ നിന്നാണ് മേടിച്ചത്. ഇത് നമുക്കൊരു സാധനമൊക്കെ ഇട്ട് വെക്കുന്ന മീനിൻ്റെ ഇതൊക്കെ ഇല്ല, കടയിൽ പോകുമ്പോൾ കിട്ടുന്നത്, അത് വെച്ചാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഫ്ലവേഴ്സ് കായ്ച്ചിട്ടുണ്ട്. ഗായ്സ് ഇത് കണ്ട്, ഇത് ഫ്ലവർ വന്നതാണ്. ഇനി ഇതൊരു 15 ദിവസം കൂടെ കായ് പഴുക്കും. ഇനി അവിടുത്തെ നമുക്ക് വിശാല കാഴ്ചകളായിട്ട് പിന്നെയും കാണാം. ഗായ്സ് അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് വീഡിയോത്തിൽ തുടക്കത്തിൽ അത് നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റിയലായിട്ട് ഫ്ലവർ എങ്ങനെ പരാഗണം ചെയ്യുക എന്നാണ്. ഇത് നമ്മൾ വൈറ്റാണ് പൂ വിരിയുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളം വീണാൽ ഈ ചെറുതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞ് കവർ ഇട്ട് വിടുക. അത് ഞാൻ വയ്യ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് പരാഗണം ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഗൈസ് കാണാവോ ഗൈസ് നിങ്ങൾക്ക്? പിന്നെ നിങ്ങളിത് ഇങ്ങനെ തടവി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൊടി വരും. ഇത് ഒടിക്കാനോ ഫ്ലവർ വരത്തില്ല, ഒടിക്കല്ലേ. നമ്മൾ ഇവിടുന്നാണ് ഇതെടുക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ കിട്ടുന്ന പൊടി നമ്മൾ ഇങ്ങനെ ബ്രഷ് എന്തെങ്കിലും എടുത്ത് ചെയ്യണം. ഒരു പ്ലേറ്റിൽ ഇതിൻ്റെ ഈ ചെടിയുടെ മണ്ടയ്ക്ക് ഇടണം. ചെടി പോലത്തെ ഒരു പ്ലാന്റിൻ്റെ മണ്ടയ്ക്ക്. എന്നിട്ട് പിന്നെ എടുത്തിട്ട് ഇടണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പൊടിയും ഇടണം ഗൈസ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്ന്. പിന്നെ ഇത് ഞാൻ വിൽപ്പനയ്ക്കായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഞാനൊരു അങ്കിളിൻ്റെ അടുത്തായിരുന്നു ഇത് ഒരു ഷോപ്പിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ് പോലെ ഇത് സെല് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നോക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഇത് മൊത്തം ഇട്ട് തീർത്തിട്ട് 2-3 ഇട്ടിട്ട് നമുക്കിതിനെ എത്ര ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടെന്ന് എണ്ണി നോക്കാം ഗൈസ്. കുറേ ഇന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഗൈസ്. താഴെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ആദ്യം വരുന്നത് മേളിലായിരുന്നു എല്ലാ പ്രാവശ്യവും. ഈ പ്രാവശ്യം വന്നേക്കുന്നത് ആദ്യം താഴെയും പിന്നെ മേളിലോട്ട് പോവാം. അതെന്നാന്നറിയത്തില്ല ഗൈസ്, പെട്ടെന്ന് വളർച്ചയെ. ഇനി നമുക്ക് കവർ എടുത്തിട്ട് വരാം ഗൈസ്. ഞാൻ പോയി താഴെ. പിന്നെ മിച്ചമുള്ളത് എത്ര ചെറുത് ഇച്ചിരി കിട്ടാൽ മതി. മിച്ചമുള്ളത് നമുക്ക് വേറെ ഫ്ലവറിനൊക്കെ ഇടാം.
കണ്ടു ഇതിപ്പോൾ ഇച്ചിരി നിറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇച്ചിരി എടുത്തില്ല. എന്നാലും മധുരം കിട്ടണ്ടേ നമുക്ക്. കടയിൽ കിട്ടുന്നതിന് ചിലതിനൊക്കെ മധുരം ഇല്ലാത്ത കാരണം ഇവർ പച്ചക്ക് പറിച്ച് വെക്കും, എന്നിട്ട് പഴുപ്പിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് പഴുക്കും. ഇതെങ്കിൽ സമയമെടുത്ത് പഴുക്കുന്നതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത് ഗൈസ്. നമുക്ക് ഇച്ചിരി കവർ എടുക്കാം ഗൈസ് ആദ്യം. അപ്പോൾ ഗൈസ് കവർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇട്ട് നോക്കാം ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്, ഇവിടെ മൊത്തം മുള്ളാണ്, കഷ്ടപ്പാടാണ് ഇത്. അപ്പോൾ ഗൈസ് അത് തീരുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ കുറേ പൊടി കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ അതെടുത്തിട്ട് അടുത്ത ഫ്ലവർ ഇടാൻ വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലവർ ഇല്ലാത്തത് ഇത് വെച്ചിടാം. ചെറുതായിട്ട് തട്ടില്ല, ഇതൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 35-40 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് പഴുത്ത് തുടങ്ങി 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കായാകാൻ തുടങ്ങും. പിന്നെ പഴുക്കണമെങ്കിൽ ഒരു 30, അത് പ്ലസ് ഒരു 15 ഒരു 20 ദിവസം എടുക്കും ഗൈസ്. അത് കഴിഞ്ഞ് നമുക്കിതിങ്ങനെ മടക്കണം. മടക്കിയിട്ട് നമ്മളിതിങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കണം ഗൈസ്. മുള്ളാണ് ഗൈസ്. എന്നിട്ട് ഇത് നമ്മൾ ഈ കവറിൻ്റെ അകത്തോട്ടിടണം. ഇട്ട് കൊടുത്തിട്ട് ഇത് വെള്ളം വീഴാത്ത രീതി ഇടണം ഗൈസ്, ഒടിഞ്ഞു പോകാതെ നോക്കണം. ഞാനിതൊക്കെ എങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് എണ്ണി നോക്കാം എത്ര ഫ്ലവർ ഉണ്ട് നമുക്ക്. 1 2 3 4 5 6. അവിടെ കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ എണ്ണാം ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങുക ഗൈസ്. അപ്പോൾ welcome back to new channel for our new updates. Watch our own videos. Goodbye.